ഹരേ കൃഷ്ണ. ഇന്ന് ബ്രഹ്മമധ്വ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലെ ഒരു പ്രമുഖ ആത്മീയ ആചാര്യനും സന്യാസിയുമായിരുന്ന ശ്രീല ലോക്നാഥ് ഗോസ്വാമിയുടെ തിരോഭാവ ദിവസമാണ്. 1520 ബംഗാളിലെ തലഖാടി എന്ന സ്ഥലത്താണ് അദ്ദേഹം അവതരിച്ചത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ശ്രീമതി സീതാദേവിയും ശ്രീ പത്മനാഭ ഭട്ടാചാര്യരുമായിരുന്നു. ശ്രീല ലോക്നാഥ് ഗോസ്വാമിക്ക് ചെറുപ്പം മുതലേ കുടുംബജീവിതത്തിൽ താല്പര്യമില്ലായിരുന്നു. ഒരു ദിവസം മാതാപിതാക്കളെയും വീടും എന്നേക്കുമായി ഉപേക്ഷിച്ച് അദ്ദേഹം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ദർശനത്തിനായി നവദ്വീപിലേക്ക് പോയി. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ വാത്സല്യത്തോടെ ആശ്ലേഷിക്കുകയും വൃന്ദാവനത്തിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിക്കുമെന്ന് അറിഞ്ഞപ്പോൾ ശ്രീല ലോക്നാഥ് ഗോസ്വാമിക്ക് വലിയ ഉത്കണ്ഠയായി. ഇത് മനസ്സിലാക്കിയ മഹാപ്രഭു അദ്ദേഹത്തെ നമുക്ക് വൃന്ദാവനത്തിൽ ഒത്തുചേരാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ശ്രീല ലോക്നാഥ് ഗോസ്വാമി പിന്നീട് ഒരിക്കലും ഗൃഹസ്ഥ ജീവിതത്തിലേക്ക് മടങ്ങിയിട്ടില്ല. ചൈതന്യ മഹാപ്രഭുവിൽ നിന്നുള്ള വിരഹത്താൽ അദ്ദേഹം പല പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ച ശേഷം വൃന്ദാവനത്തിലെത്തി. ആ സമയം മഹാപ്രഭു സന്യാസം സ്വീകരിച്ച് ജഗന്നാഥ്പുരിയിലേക്ക് പോയിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം മഹാപ്രഭു ദക്ഷിണേന്ത്യയിലേക്ക് യാത്രയായ വിവരമറിഞ്ഞ് ശ്രീല ലോക്നാഥ് ഗോസ്വാമി മഹാപ്രഭുവിനെ അന്വേഷിച്ച് ദക്ഷിണേന്ത്യയിലേക്ക് പോയി. ചൈതന്യ മഹാപ്രഭു വൃന്ദാവനത്തിലെത്തിയ വിവരമറിഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് തന്നെ വൃന്ദാവനത്തിലേക്കും പോയി. ആ സമയത്ത് മഹാപ്രഭു പ്രയാഗയിലേക്ക് പോയിരുന്നു. മഹാപ്രഭുവിനെ കാണാനാകാതെ ശ്രീല ലോക്നാഥ് ഗോസ്വാമി വളരെയധികം വിഷമിച്ചു. അടുത്ത ദിവസം തന്നെ പ്രയാഗയിലേക്ക് പുറപ്പെടണമെന്ന് തീരുമാനിച്ചു. അന്ന് രാത്രി മഹാപ്രഭു സ്വപ്നത്തിൽ വന്ന അദ്ദേഹത്തോട് വൃന്ദാവനത്തിൽ തന്നെ തുടരാൻ നിർദ്ദേശിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മഹാപ്രഭുവിന്റെ ശിഷ്യരായ ശ്രീല രൂപ ഗോസ്വാമിയെയും ശ്രീല സനാതൻ ഗോസ്വാമിയെയും ശ്രീല ഗോപാൽ ഭട്ട് ഗോസ്വാമിയെയും കണ്ടുമുട്ടി. അവരുടെ കൂട്ടായ്മയിൽ അദ്ദേഹം ദിവ്യമായ കൃഷ്ണപ്രേമത്തിൽ ലയിച്ചു. ശ്രീല ലോക്നാഥ് ഗോസ്വാമി വൃന്ദാവനത്തിലെ 12 വനങ്ങളിലും പരമാനന്ദത്താൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അതിലെ ഒരു വനത്തിൽ ഉമറാവ് എന്ന ഗ്രാമത്തിലെ കിഷോരി കുണ്ടത്തിൽ അതിൻ്റെ തീരത്ത് കുറച്ചു കാലം താമസിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന് ഭഗവാന്റെ വിഗ്രഹം സ്ഥാപിക്കണമെന്നും ഭഗവാന്റെ സേവനം ചെയ്യണമെന്നും അതിയായ ആഗ്രഹമുണ്ടായി. ഇത് മനസ്സിലാക്കി ഭഗവാൻ തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി രാധാ വിനോദ വിഗ്രഹം നൽകുകയും ചെയ്തു. ഭഗവാൻ അപ്രത്യക്ഷനായ ശേഷം എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്ന ശ്രീല ലോക്നാഥ് ഗോസ്വാമിയോട് രാധാ വിനോദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ ഉദ്ദേശം തൃപ്തിപ്പെടുത്തുവാൻ വന്നതാണ്. വേഗം എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരൂ. ഇത് കേട്ട് പരമാനന്ദത്താൽ അദ്ദേഹം ഭഗവാന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി സമർപ്പിച്ചു. അതിനുശേഷം പൂക്കൾ കൊണ്ടുള്ള മെത്തയുണ്ടാക്കി ഭഗവാന് വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ടാക്കി. ആ സ്ഥലം അദ്ദേഹത്തിൻ്റെ ഭവനമാക്കിക്കൊണ്ട് ജീവിതം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പരമാനന്ദം അനുഭവിച്ചു. ജനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഭജന കുടീരം നിർമ്മിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അത് സ്വീകരിച്ചില്ല. രാധാവിനോദ മൂർത്തിക്കായി ഒരു തുണിസഞ്ചി തയ്യാറാക്കി എപ്പോഴും കഴുത്തിലിട്ട് നടന്നു. അങ്ങനെ രാധാവിനോദൻ ശ്രീല ലോക്നാഥ് ഗോസ്വാമിയുടെ കഴുത്തിലെ രത്നമാല പോലെയായി. തുണിസഞ്ചി അദ്ദേഹത്തിൻ്റെ ക്ഷേത്രവുമായി മാറി. ഈ ലോകത്തു നിന്ന് അപ്രത്യക്ഷനാകുന്നതുവരെ ഇത് അദ്ദേഹത്തിൻ്റെ അനുഷ്ഠാനമായിരുന്നു. അദ്ദേഹം കാത്തു സൂക്ഷിച്ച കർശനമായ വൈരാഗ്യത്തിൻ്റെ ഉദാഹരണമാണിത്. ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ ലോകത്തു നിന്നും അപ്രത്യക്ഷനായ ശേഷം മഹാപ്രഭുവിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണമെന്ന ഒറ്റ ലക്ഷ്യം കൊണ്ട് മാത്രമാണ് ശ്രീല ലോക്നാഥ് ഗോസ്വാമി ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ശ്രീല നരോത്തം ദാസ് ഠാക്കൂർ. ഖാഡിര വനത്തിലുള്ള യുഗളകുണ്ടത്തിൻ്റെ തീരത്ത് വെച്ച് ശ്രീല ലോക്നാഥ് ഗോസ്വാമി ഈ ലോകം വിട്ട് ഭഗവാന്റെ ലോകത്തേക്ക് പ്രവേശിച്ചു. നമുക്ക് അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങളിൽ കോടി കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.